നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ പൂന്താനം തിരുമേനിയുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 125 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ചത്. ഇന്ന് 126 ശ്ലോകം മുതൽക്ക് നമുക്ക് വായിക്കാം. നാളെ തുടങ്ങണമിതെന്നു നിനച്ചിരുന്നാൽ നാളേക്കു നാളെ അതിനില്ലൊരൊടുക്കമെന്നും നാളീക നേത്ര ചരണാംബുജ സേവ ചെയ്വാനാളാകിലപ്പോഴെ തുടങ്ങണം അപ്രകാരം. ഈ ശ്ലോകം കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അർത്ഥം മനസ്സിലാവും. എന്നാലും ഞാൻ ഒന്ന് ചെറുതായിട്ട് അർത്ഥം പറയാം. ഇത് നാളെ തുടങ്ങാം എന്ന് നനച്ചിരുന്നാൽ, എന്ന് വിചാരിച്ചിരുന്നാൽ നാളേക്കു നാളെ അതിനില്ലൊരൊടുക്കമെന്നും, നാളേക്ക് ഒരു നാളെയുണ്ട്, അത് കഴിഞ്ഞാൽ അതിനും ഒരു നാളെയുണ്ട്, അതിന് ഒരു അവസാനില്ല. അതിങ്ങനെ നാളെ നാളെ എന്നുള്ളത് ഇങ്ങനെ അവസാനിക്കാതെ നീണ്ടു പോകും. നാളീക നേത്ര ചരണാംബുജ സേവ ചെയ്യുവാൻ, ആ നാളീക നേത്രന്റെ, അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദസേവ ചെയ്യുവാൻ ആളാകിൽ അപ്പോഴെ തുടങ്ങണം അപ്രകാരം. അതിന് ചെയ്യണം എന്നൊരു തോന്നൽ വന്നാൽ, അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ ഉദിച്ചാൽ അപ്പോൾ തന്നെ അത് തുടങ്ങണം. പിന്നെ അത് ഒരു നിമിഷത്തേക്ക് പോലും നീട്ടി വെക്കരുത്. ഏത് കാര്യവും നമുക്ക് വേണം, ആരംഭിക്കണം എന്ന് വിചാരിച്ചാൽ അത് ഉടൻ ചെയ്യണം എന്നാ പറയുന്നത്. അത് നീട്ടി കൊണ്ടുപോരുത്. നാളെ ആവാം എന്ന് വെച്ചാൽ പിന്നെ അത് തുടങ്ങലുണ്ടാവില്ല. പ്രത്യേകിച്ച് ഈശ്വര ഭജനം നമുക്ക് എപ്പോഴാണോ തുടങ്ങണം എന്ന് തോന്നിയാൽ ആ നിമിഷം തുടങ്ങിയിരിക്കണം. അതിനൊരു ശുഭമുഹൂർത്തം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈശ്വര ഭജനം എപ്പോഴാണോ ആരംഭിക്കുന്നത് അത് തന്നെയാണ് ശുഭമായിട്ടുള്ള സമയം. അതുകൊണ്ട് അതിന് നാളെ എന്ന് പറഞ്ഞ് നീട്ടിവെക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകം: മന്നാശയാലും മദനാശയാലും പൊന്നാശയാലും മറുകുന്നു ലോകം, നിന്നാശ കണ്ടീലൊരു വർക്കുമയ്യോ കണ്ണാശമം നൽകുക മാനസേമേ. മന്നാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിക്ക് വേണ്ടിയുള്ള ആഗ്രഹം. പിന്നെ മദനാശ കാമമോഹം, പൊന്നാശ ധനത്തിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം. ഇങ്ങനെ പല പല ആഗ്രഹങ്ങൾ കാരണം ഈ ലോകത്തിലെ ജനങ്ങളെല്ലാം ദുഃഖിക്കുന്നു. എന്നാലോ നിന്നാശ കണ്ടിയിൽ ഒരുവർക്കും അയ്യോ കഷ്ടം, നിന്നെക്കുറിച്ച് ആർക്കും ഒരു ആഗ്രഹമില്ല. അതായത് ഭഗവാനെ പ്രാപിക്കണം എന്നൊരാശ ആർക്കും കാണുന്നില്ല. കണ്ണാ ശമം നൽകുക മാനസേമി, അല്ലയോ ഉണ്ണിക്കണ്ണാ, അങ്ങ് എൻ്റെ മനസ്സിന് ശാന്തി നൽകണേ. ഈ ശാന്തിക്ക് എന്താ വേണ്ട? അവിടുത്തെ ഭക്തി വേണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വേണ്ടല്ലോ. ആ ആഗ്രഹം നൽകി എന്നെ അനുഗ്രഹിക്കണേ എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി അടുത്ത ശ്ലോകം: മോഹത്തിനാലുമഥ കാമവശാലുമോരോ നാഗത്തിനായി അനുകരിപ്പിതു കർമ്മമേതൽ താപിഞ്ചമഞ്ജരിയൊടൊത്ത കളേബരം നീ ഭാവിച്ചുകൊൾ കഴകിൽ നന്ദകുമാരകസ്യ. ഇവിടെ ഈ മോഹത്തിനാലുമഥ എന്ന് തുടങ്ങുന്നതിന് പകരം സ്വാപത്തിനാലുമഥ കാമവശാലുമോരോ എന്നൊരു പാഠഭേദമുണ്ട് എന്ന് ഇതിൽ കാണാനുണ്ട്. ഞാൻ മോഹത്തിനാലുമഥ എന്നാണ് പഠിച്ചിരുന്നത്. ഇവിടെ മോഹത്തിനാലുമഥ കാമവശാലുമോരോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ മോഹങ്ങൾക്ക് വേണ്ടി, ആഗ്രഹങ്ങൾ കൊണ്ടോ മനസ്സിലെ കാമമോഹം കൊണ്ടോ നാഗത്തിനായി അനുകരിപ്പിതു കർമ്മമേതൽ. നാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗം ലഭിക്കാനായിട്ട് ഓരോരോ കർമ്മങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ അത് അനുകരിച്ചിട്ട് ചെയ്യുന്നു. അല്ലെ, എല്ലാവരും സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ളവർ പറയണു ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പുണ്യം കിട്ടും, സ്വർഗം കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുകരിച്ച് അതുപോലെ ചെയ്യും. എന്നാൽ നന്ദകുമാരകസ്യ താപിഞ്ച മഞ്ജരിയോടൊത്ത കളേബരം. നന്ദകുമാരൻ ആരാണ്? ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണന്റെ താപിഞ്ച മഞ്ജരി എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചില മരത്തിന്റെ ആ തളിർത്ത കുല, തളിർത്ത് നിൽക്കുന്ന കൊമ്പ്, അതുപോലെ ഇരിക്കുന്ന കളേബരം, അതുപോലെ ഇരിക്കുന്ന ആ ശരീരം, അത് ഭാവിച്ചുകൊള്ളുകഴകിൽ, ഭാവിച്ചുകൊള്ളുക, ഭാവനയിൽ കാണുക.
കൃഷ്ണന്റെ ആ രൂപത്തെ ഭംഗിയായി മനസ്സിൽ കണ്ട് ധ്യാനിച്ചുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം. സത്രം കാണൊരിടത്തു ചത്തുകരയും കോലാഹലം കുത്രചിത്, വിദ്വാൻമാരൊരിടത്തു മദ്യപകുലം തച്ചും കയർത്തും ക്വചിൽ, മുഗ്ധസ്ത്രീയൊരിടത്തു മുത്തികളിരുന്നേങ്ങിക്കുരച്ചന്യത, ശ്രോത്രാദിക്യമൃതോ തിളച്ച വിഷമോ വിശ്വം വിചിത്രം വിഭോ. സത്രം കാണൊരിടത്ത്, ഒരിടത്ത് സത്രം. സത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ യാഗം എന്നർത്ഥമുണ്ട്. അതായത് കുറെ കാലം കൊണ്ട് അവസാനിക്കുന്ന ഒരു യാഗത്തിന് സത്രം എന്നാണ് പറയുക. പിന്നെ വഴിയമ്പലം എന്നർത്ഥമുണ്ട്. ആശ്രയിക്കാനുള്ള ഒരു സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ വരും. അപ്പോൾ ഇതിലേത് അർത്ഥം വേണമെങ്കിൽ എടുക്കാം. ഇങ്ങനെയുള്ള കുറച്ച് ശുഭമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ചിലയിടത്ത് കാണുന്നു. ചത്തുകരയും കോലാഹലം കുത്രചിത്. കുത്രചിത് ചിലയിടത്ത് ഇഷ്ടജനങ്ങളുടെ മരണം സംഭവിച്ചതുകൊണ്ട് മുറവിളി കൂട്ടുന്ന കോലാഹലം, അതായത് ബഹളം കാണാം. വിദ്വാൻമാരൊരിടത്ത്, ചിലയിടങ്ങളിൽ നല്ല വിദ്വാൻമാരായിട്ടുള്ള ആൾക്കാരെ കാണാം. അതായത് നല്ല അറിവുള്ള കുറെ ആൾക്കാരെ കാണാം. എന്നാൽ അതിനപ്പുറത്തോ മദ്യപകുലം തച്ചും കയർത്തും കൊജിൽ. കൊജിൽ എന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിൽ മദ്യപകുലം, മദ്യപാനികളുടെ സമൂഹം, മദ്യപാനികള് തച്ചും കയർത്തും ബോധമില്ലാതെ തമ്മിൽ തല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ച് നിൽക്കുന്നത് കാണാം. മുഗ്ധ സ്ത്രീ ഒരിടത്ത്, ഒരിടത്ത് നല്ല സുന്ദരിമാരായ സ്ത്രീകളെ കാണാം. മുത്തികളിരുന്നേങ്ങിക്കുരച്ചന്യത. അന്യത എന്ന് വെച്ചാൽ മറ്റൊരിടത്ത് ഏങ്ങിക്കരയുന്ന, അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ കൊണ്ട് ചുമക്കുകയും കിതയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന വൃദ്ധ സ്ത്രീകളെ കാണാം. ശ്രോത്രാദിക്യമൃതോ തിളച്ച വിഷമോ വിശ്വം വിചിത്രം വിഭോ. ശ്രോത്രാദികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രോത്രം ചെവി, ചെവി തുടങ്ങിയ ചെവി, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് തുടങ്ങിയ ഈ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് അമൃതാണോ, അമൃത് പോലെ സുഖപ്രദാണോ, അതോ തിളച്ച വിഷമോ, തളിച്ച വിഷമോ എന്നൊരു പാഠഭേദം കണ്ടു. ഇത് വിഷം പോലെ ദുഃഖപ്രദമാണോ, ഒന്നും അറിയില്ല. ഇത് സുഖം നൽകുന്നതാണോ ദുഃഖം നൽകുന്നതാണോ ഒന്നും അറിയില്ല. വിശ്വം വിചിത്രം വിഭോ. വിശ്വം ലോകം, ഈ ലോകം വിചിത്രം തന്നെയാണ് ഭഗവാനെ, അത്ഭുതം തന്നെയാണ് ഈ ലോകം എന്നാണ് പറയുന്നത്. ഇനി ബാക്കി ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ